ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എപ്പിസോഡ് 8 നമ്മൾ ഈ വീഡിയോയിൽ ഡീകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ടോപ്പർ വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ അവർ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഈസ്, അതിനകത്ത് യെസ് ദിസ് വിൽ ബി ദി ആൻസർ. അപ്പം എന്നാലോ പലപ്പോഴും സ്റ്റുഡൻസ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ ലോങ് സോളിനോയിഡ് ഹാസ് 1000 ടേൺസ്, n is equal to 1000. When a current of 4 ampere, I is equal to 4 ampere flows through it, the magnetic flux linked with each turn of solenoid flux is equal to 4 into 10 raised to minus 3 ആട്ടോ, ഇവിടെ 10 raised to minus 3 Weber. Then self inductance of the solenoid is, അപ്പം ഇതിനകത്ത് ഇനി അവർ ഇക്വേഷനിലോട്ട് പോകും. L is equal to N5 by Li, N5 is equal to Li, അവിടെ നിന്ന് L is equal to N5 by I. N-ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. N-ന് എത്രയാ? 1000 into 4 into 10 raised to minus 3 by കറന്റിന്റെ വാല്യൂ ഒക്കെ കൊടുത്ത് വരുമ്പോഴേക്ക് അതിനകത്ത് എത്ര സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് അതിനകത്ത് മിസ്സായത്? സോ ഒരുപാട് ക്വസ്റ്റ്യൻ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടോപ്പറിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അവർക്ക് കോൺസെപ്റ്റ് അറിയുന്നതോട് കൂടി തന്നെ അവർ അതിനെ ആ ഒരു ട്രിക്കുമായിട്ട് മെർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇതിനകത്ത് ചെയ്തത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എടുക്കാം. അത് തന്നിട്ടുണ്ടാവും, ഫ്ലക്സ് ഈച്ച് ടേൺ തന്നിട്ടുണ്ടാവും. അപ്പൊ ഗുണിക്കാന്നേ, അപ്പൊ 4 കിട്ടിയില്ലേ, അതിനെ കറണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്യാത്ര 4/4 ഒന്നല്ലേ, അത്രയേ ഉള്ളൂന്നേ. സോ നമ്മള് അപ്പൊ ചങ്കളെ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരുപാട് ചങ്കൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിനകത്ത് ഒരു അംഗമായിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പിന്നെ കൂടിയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാന്നേ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പറിന്റെ അപ്രോച്ച് വഴി നിങ്ങളൊന്ന് സമീപിച്ച് നോക്കിയേ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സോളിനോയിഡ് അല്ലേ? അപ്പം നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, അതിനെ ഫ്ലക്സുമായിട്ട് അങ്ങ് ഗുണിക്കുക. അപ്പം 500 into 4 into 10 raised to minus 3. അപ്പൊ നിങ്ങൾ ഗുണനം മൾട്ടിപ്ലിക്കേഷനും കാൽക്കുലേഷൻ ഒക്കെ ഫാസ്റ്റ് ആവണം. അപ്പൊ ഇവിടെ 0 2 0 ഇവിടെ വെട്ടിപ്പോയി, 5 4 20 വന്നു, പിന്നെ ഒരു അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് വെട്ടി 2. ഇനി അതിനെ കറണ്ടുമായിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്ന ആൻസറിനെ നമ്മൾ കറണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് 2 അല്ലേ, 2/2 എന്ന് പറഞ്ഞാൽ 1 ആംപിയർ. അപ്പൊ 1 ഹെൻറി. അപ്പൊ എത്തിയില്ലേ ആൻസറിലോട്ട്? അപ്പൊ ഈ നോക്കൂ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. നമ്മൾ വായിക്കേണ്ടത് ഇവിടെയാണ്. ദ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ഇൻ സെക്കൻഡ് കോയിലാണ്. മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് സെക്കൻഡ് കോയിൽ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് കോയിലുകൾ. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ തന്നിരിക്കുന്നു. അപ്പം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നു. ദിസ് വിൽ ബി ദി ആൻസർ. എന്തുകൊണ്ടാണ്? അതിനകത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അതെ. അപ്പം ഈ സെക്കൻഡ് കോയിലാണ്, മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എം എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബയോളജി പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഫിസിക്സ് പഠിക്കാൻ. നമ്മൾ ആ പഠിക്കുന്ന മെത്തേഡ് അങ്ങോട്ട് ശരിയായ രീതിയിലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വളരെ സിമ്പിളാണ്. കാരണം ഇതിനകത്ത് ഇപ്പം ചുമ്മാ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിച്ചത്. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ നോക്കുക, ഇത് നോക്കുക. I is equal to I0 sin omega t. സൈനിന്റെ ഫ്രണ്ടിൽ എന്താ? I0. സൈൻ കഴിഞ്ഞിട്ട് എന്താ? ഒമേഗ. അപ്പം അതുപോലെ തന്നിരിക്കുന്ന മറ്റൊരു വാല്യൂ ആണ് ഹെൻറി, ഇൻഡക്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ അതുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 തന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതായത് മാക്സിമം വാല്യൂ മ്യൂച്വൽ ഇൻഡക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ, അതാണ് കോഡ്. സോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈനിന്റെ ഫ്രണ്ടിൽ I0 ആണ്, അത് 2 തന്നിട്ടുണ്ട്, 2 ആംപിയർ. സൈന് കഴിഞ്ഞിട്ടുള്ളത് തൊട്ട് കഴിഞ്ഞിട്ടുള്ളത് ടി എടുക്കണ്ട, ബാക്കി കഴിഞ്ഞിട്ടുള്ളത് ഒമേഗ എടുക്കുക. അപ്പൊ ഒമേഗ എത്രയാ തന്നിരിക്കുന്നത്? 100π ഇൻറ്റു എത്രയാ വന്നിരിക്കുന്നത്? 0. അപ്പം ഇവിടെ 100ഉം ഈ 0.05 0.5 ആയി മാറും. ദെൻ 0.5 into 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1π എന്ന് വരും. അപ്പൊ പൈ ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇതിനകത്ത് നമ്മളൊരു തുടക്ക ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. സോ ഇതിനകത്ത് ഇതും ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഇവിടെയാണ് വായിക്കേണ്ടത്. പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ അതർ കോയിൽ. അപ്പം ഇത് ചെറിയ ചേഞ്ച് ആണ്. മാക്സിമം വാല്യൂ എന്നുള്ളതിന് പീക്ക് വാല്യൂ, അതർ കോയിൽ എന്ന് സെക്കൻഡ് കോയിൽ എന്നുള്ളതിന് അതർ കോയിൽ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം നമ്മൾ സൈനിന്റെ ഫ്രണ്ടിൽ എന്താ? 1. സൈന് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള എന്താ? ടിയുടെ മുന്നേ ഉള്ളത് 100π, അതായത് ഒമേഗയുടെ സ്ഥാനത്ത്. അപ്പം പിന്നെ നമുക്ക് ബാക്കി ഹെൻറിയുടെ വാല്യൂ തന്നിരിക്കുന്നു 50 into 10 raised to minus 3. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഹെൻറി കട്ടായി പോയി, 5π എന്ന് ഡയറക്ട്ലി ആൻസർ വന്നില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. മറ്റത് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ di/dt പോയി, ദെൻ അവിടെ നിന്ന് ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്തു. ദെൻ എത്ര സമയം അതിനകത്ത് പോകുന്നത്?
സോ കോൺസെപ്റ്റ് അറിയുന്നതോട് കൂടിയിട്ട് അതിന്റെ ട്രിക്ക് കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താമെന്നുള്ളതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ അതിനകത്ത് 2 ക്വസ്റ്റൻ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ലൂപ്സ് ഇപ്പം ഒരു ഇത് തന്നു, അതുപോലെ മറ്റൊരു ലൂപ്പ് ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഒരു സ്മാർട്ട് ബോർഡ് ഒക്കെ ഇറക്കണമെന്ന് അപ്പം നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെറിയൊരു കോയിൽ, അപ്പോൾ ഇത് നമ്മൾ R1 ആണെന്ന് വിചാരിക്കുക. R1 ഇവിടെ വലുതാണെന്ന് തന്നിരിക്കുന്നത്, ഇത് R2, ഈ ഇതിൻ്റെത് റേഡിയസ് R2, വലുതിൻ്റെത് R1. അപ്പം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ചെറുതല്ലേ, അപ്പം നമുക്ക് കോഡാക്കിയിട്ട് ഈ ചെറുതല്ലേ, ചെറുതിനെ നമ്മൾ അങ്ങനെ പാവമില്ലേ, ചെറുതാക്കി പോയില്ലേ, അപ്പം ഇതിനെ സ്ക്വയർ ആക്കി കൊടുക്കുക അവിടെ ബൈ R1. അപ്പം ചെറുതിനെ നമ്മൾ ചെറുതല്ലേ, അപ്പം മുകളിലാക്കി സ്ക്വയർ ആക്കി ആളെ അടിപൊളിയാക്കുക. R1 ഏതായാലും വലുതല്ലേ, അപ്പം പുള്ളി താഴെ ഇരുന്നോട്ടേന്ന്. അപ്പം ഈ രീതിയിലാണ് അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ബിറ്റ്വീൻ ദം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പം അതിനകത്ത് അതാണ് അതിൻ്റെ കോഡ്. അപ്പം നിങ്ങളൊരു ചെറിയ അതും വലിയതും വരുമ്പോഴേ ഈ ചെറുതിനെ നമ്മൾ പാവല്ലേ R2 അല്ലേ ചെറുത്, അതെ ഇതിനകത്ത് തന്നിട്ടുണ്ട്, അത് R1 ആണ് വലുത്. അപ്പോൾ വലുത് നിങ്ങൾ R1 എടുക്കണം, ദെൻ ഇത് R2 എടുത്തു. അപ്പോൾ ചെറുതല്ലേ, ചെറുതിനെ നമ്മൾ മേലെ എഴുതുക, പാവം മുകളിൽ തന്നെ ഇരുന്നോട്ടെ, അതിനെ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കുക, ആൾ പറ്റ പാവമല്ലേ, ദെൻ താഴെ വലുതിനെ അങ്ങ് ഇടുക. അപ്പോൾ ഇത്രയുള്ളതിൻ്റെ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇത് സർക്കുലർ കോൺസെൻട്രിക് ആയിട്ടുള്ള കോയിൽസിന്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ ഇൻഡക്റ്റൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ എ കോയിൽ, വാല്യൂ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, L വേരീസ് വിത്ത് നമ്പർ ഓഫ് ടേൺസുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാം N² എന്നാണ്. അപ്പം അത് നിങ്ങൾ ഡയറക്ട്ലി പഠിക്കേണ്ടതാണ്. ഇതിന്റെ കോൺസെപ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. സെൽഫ് ഇൻഡക്റ്റൻസ് നമ്പർ ഓഫ് ടേൺസുമായിട്ട് N² ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്, അതുപോലെ വേറെയും ക്വസ്റ്റനുകൾ വന്നിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ N² നമ്മൾ പറഞ്ഞല്ലോ, സെൽഫ് ഇൻഡക്റ്റൻസ് നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്താണ്, ഡബിൾ ആവുന്നെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താവുന്നു, N². അപ്പോൾ ബിക്കംസ് 4 ടൈംസ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.